ഹലോ, എല്ലാവർക്കും തേനീച്ചൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ചെക്ക് ചെയ്യണത് എന്തായാലും റബ്ബറില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് തേന് കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തെങ്ങ് മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് തേന് കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. റബ്ബറുള്ള സ്ഥലത്ത് മാത്രം ഒരുപാട് തേന് കിട്ടും. 15 കിലോനും 12 കിലോനും 10 കിലോനൊക്കെ തേന് കിട്ടും. പക്ഷെ അതില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളെ നാട്ടിൽ ഇവിടെ മലപ്പുറം മറ്റുള്ള റബ്ബറില്ലാത്ത സ്ഥലങ്ങളിൽ തെങ്ങൊക്കെ ഉള്ള സ്ഥലത്താട്ടോ പറയണത്. അല്ലാതെ എല്ലാ സ്ഥലത്തുമല്ല നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇതിപ്പോൾ 2 അണി ചേമ്പറാണ്. ഒന്നിപ്പോൾ കയ്യിലെടുത്തിരിക്കുന്നത് ഒരു അണി ചേമ്പറാണ്. അതിൻ്റെ താഴെ ഒരു അണി ചേമ്പറുണ്ട്. അപ്പോൾ മേലുള്ള അണി ചേമ്പറിൽ തേന് ഫുള്ളായിട്ടില്ല. അട കെട്ടിയിട്ടുണ്ട്, പക്ഷെ ഫുള്ളായിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് അടിയത്തെ അണി ചേമ്പറിലുള്ള തേന് എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് 2ാമത്തെ അണി ചേമ്പറാണ്. ഇതിൽ 6 അട ഇടേണ്ട സ്ഥലത്ത് നമ്മൾ 4 അട ഇട്ടിട്ടുള്ളൂ. ഈ 4 അട ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ അട വലിയതാക്കിയിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 4 അട വെച്ച് കൊടുക്കുന്നത്. 4 അട 5 അടയൊക്കെ വെച്ച് കൊടുക്കും. ഏറ്റവും നല്ലത് 4 അട വെച്ച് കൊടുത്താൽ നല്ല വണ്ണത്തിൽ ഒരടിയിൽ തന്നെ 2-3 അടൻ്റെ വലുപ്പത്തിൽ കിട്ടും. അതിന് വേണ്ടിയാണ് ഈ 4 അട വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 4 അടയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം, ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെ തേനുണ്ടോ ഇല്ല എന്നുള്ളത്. എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് എടുക്കുന്ന അടിയിൽ തന്നെ അത്യാവശ്യം നല്ല തേനുണ്ട്. അതായത് ഈ ഗ്യാപ്പ് ഇട്ട് വെച്ച് കൊടുത്താൽ, ഇപ്പം 4 ഇടാകുമ്പോൾ നല്ല ഗ്യാപ്പ് ഇട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഗ്യാപ്പ് ഇട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പത്തിലുള്ള അട കെട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെച്ച് കൊടുത്താണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് വെക്കൽ. അപ്പോൾ ഇതിൽ അത്യാവശ്യം തേനുണ്ട്. ഫസ്റ്റ് അണി ചേമ്പറിൽ തന്നെ അത്യാവശ്യം തേനുണ്ട്. ക്ലിയറായിട്ട് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണേ. പിന്നെ ക്യാമറ എടുക്കാൻ തേനീച്ച കുത്തണ പ്രശ്നം, തേനീച്ച കുത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കണ്ടില്ലേ, ഇതിൽ അത്യാവശ്യം നല്ല വലിയ അടയാണ്. നല്ല തൂക്കമുണ്ട്. കാണുമ്പോൾ ചെറിയതാണെങ്കിലും അത്യാവശ്യം 2 സൈഡും നല്ല വീർപ്പിച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല തേനുണ്ട്. അത് കണ്ടാലറിയാം. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അണി ചേമ്പറാണിത്. കുഴപ്പമില്ലാത്ത തേൻ ഇതിലുണ്ട്. പക്ഷേ എല്ലാ ഇതിലും ഇതുപോലെ മെച്ചമുള്ള ഇതായിക്കൊള്ളുന്നില്ല. നമ്മൾ എങ്ങനെയാണ് കൂട് നമ്മൾ നോക്കണത് അതുപോലെ നല്ല സെറ്റപ്പിൽ വരും. നമ്മൾ നല്ല സെറ്റപ്പിൽ റാണിനൊക്കെ ചേഞ്ച് ചെയ്ത് അവർക്ക് ഇതൊക്കെ മാറ്റി കൊടുത്താൽ അത്യാവശ്യം നല്ല തേന് നമുക്ക് കിട്ടും. ഓലെ പെർഫോമൻസ് അനുസരിച്ച് തേന് കിട്ടും. നമ്മൾ നവംബറിൻ്റെ മുന്നായിട്ട് നവംബർ ആകുമ്പോൾ റാണിനെ മാറ്റി കൊടുത്താൽ നല്ല ഈച്ച വിരിഞ്ഞ് നല്ല ഈച്ച വേണം കൂട്ടിൽ. എപ്പോഴും നല്ല ഫുള്ളാവണം. അപ്പോൾ 2ാമത്തെ നമുക്കൊന്ന് എടുത്തു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അതിൽ വീർപ്പിച്ചിട്ടില്ല. കാരണം 2 സൈഡും ഗ്യാപ്പ് കുറവായതുകൊണ്ട് അവർ അത് കറക്റ്റ് ചെയ്ത് സീൽ ചെയ്തൊക്കെയാണ് അവിടെ. എന്നാലും കുഴപ്പമില്ല, നല്ല ഫുള്ളാണ്. അതിൽ നല്ല ഫുള്ളായിട്ട് തന്നെ ഉണ്ട്. പുറത്തേക്ക് വീർപ്പിക്കാൻ മറ്റിൻ്റെ ഗ്യാപ്പിൽ അവർക്ക് പറ്റിയില്ല. അതുകൊണ്ട് അവരത് ഫുള്ളാക്കിയിട്ട് സീൽ ചെയ്തിരിക്കണം. കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട്. അപ്പം ഇനി 3ാമത്തെ ഒന്നെടുത്ത് നോക്കിയിട്ട് പറയാം. പക്ഷേ ഈ ഒരു ബോക്സിൽ ഇതെന്താ വെച്ചാൽ ഈച്ച കുത്തൽ കുറവാണ്. നമുക്ക് ഇതിൻ്റെ റാണിയിൽ നിന്ന് വിരിഞ്ഞ് മറ്റുള്ള കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈച്ച കുത്തൽ കുറയും. ഈച്ച കുത്തണില്ല, കുറവാണ്. അങ്ങനെ ഉപദ്രവിക്കണ ഈച്ചല്ല. അപ്പോൾ അതാ 3ാമത്തെ അട എടുത്തപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ കെട്ടിയിട്ടുണ്ട്. നല്ല വീർപ്പിച്ച് കെട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല
നല്ല വലുപ്പമുള്ള, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, വീഡിയോ ക്ലിയർ ആണോ എന്നറിയില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട്. അട നല്ല വീർപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം. ഇതാ സീൽ ചെയ്തിരിക്കണം. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ 3 അടി കുഴപ്പമില്ല. ഇനി 4-മത്തത് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഒരു അണീച്ചാമ്പറിൽ ഫുള്ള് അവിടെ നമ്മൾ എടുത്ത് നോക്കിയാൽ കുഴപ്പമില്ല, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഗ്യാപ്പ് ഉള്ളതിനനുസരിച്ച് അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. നല്ല ബ്ലാക്ക് കളർ തേനാണ്, നല്ല ഒറിജിനൽ, നല്ല തിക്കൻസ് ഉള്ള തേനാണ്. നല്ല വെയിറ്റാണ് ഇതുണ്ടാവുക. ഇത് ലിറ്റർ കണക്കല്ല ഇത് വരിക. ഇത് നമുക്ക് ലിറ്ററിൽ എടുക്കുമ്പോൾ കുറേ, പക്ഷേ സാധനം നല്ല വെയിറ്റ് ഉണ്ടാവും. അത് തിക്കൻസ് നല്ല, ഇതിൻ്റെ ഈർപ്പൊക്കെ പോയിട്ട് നല്ല ഒരു സീൽ ചെയ്ത തേനാണ്. അപ്പോൾ നമുക്ക് ഈ അണീച്ചാമ്പറിൻ്റെ ഇത് എടുത്ത് മാറ്റിയിട്ട് മറ്റേ അണീച്ചാമ്പർ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്ലിയർ ആക്കി കൊടുക്കണം. ഈ അടകൾ പുറത്തേക്കുള്ളതൊക്കെ നമ്മൾ ക്ലിയർ ആക്കി എടുത്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത അട കെട്ടുന്ന സമയത്ത് രണ്ടും കൂടെ സെറ്റാവാതെ നമുക്ക് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലിയർ ആയിട്ട് പോരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് ക്ലിയർ ആക്കി കൊടുക്കണം. കൂട് നമ്മൾ എപ്പോഴും വൃത്തിയാക്കി കൊടുക്കുന്നതിനനുസരിച്ച് നല്ല പെർഫോമൻസ് ചെയ്യക്കാരം കൂട്. അവർക്കും നല്ല ഇതായിരിക്കാരം, നമുക്കും എടുത്ത് വെക്കാനും ഒക്കെ സുഖമായിരിക്കാരം. മറ്റേത് ഒരു റൂട്ട് ചാമ്പർ, ഇത് അണി ചാമ്പർ എടുക്കുമ്പോൾ അത് അതിലേക്ക് ടച്ചാക്കി കൂട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ എടുത്ത് നോക്കി വെച്ചതാണ്. അപ്പോഴത്തിന് രണ്ടാമത് അവർ സെറ്റാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ എടുത്ത് മാറ്റണത്. അപ്പോൾ നമുക്ക് എപ്പോഴും എടുക്കാൻ സുഖം, നമ്മൾ എപ്പോഴും തുറന്ന് നോക്കുന്ന കൂടാകുമ്പോൾ വിചാരിച്ച് ഓവർ തുറന്ന് നോക്കരുത്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ തുറന്ന് നോക്കി ക്ലിയർ ആക്കി കൊടുത്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതൊക്കെ എടുത്ത് ക്ലിയർ ചെയ്ത് രണ്ടാമത് വെച്ച് കൊടുക്കാം. അതാണ് തേനീച്ച കൂടുതൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം. വെച്ചുകൊണ്ട് പോകുന്ന അതിൽ തേനുണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ തേനുണ്ടാവില്ല. ആഴ്ചയിൽ തുറന്ന് നോക്കി ഭക്ഷണം ഇല്ലാത്ത സമയത്ത് ഭക്ഷണം കൊടുക്കണം. പക്ഷേ നമ്മളിവിടെ ഡബ്ബർ വെക്കുന്ന സ്ഥലം പോലെയല്ല, നമ്മളവിടെ തീറ്റ കുറവാക്കി കൊടുത്താൽ മതി. കാരണം തെങ്ങിൻ്റെ പൂവ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഭക്ഷണം കിട്ടും. മഴക്കാലത്ത് കുറച്ച് ആ നല്ല കണ്ടിന്യൂ മഴ പെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ഭക്ഷണം കൊടുത്താൽ മതി. അല്ലാത്ത സമയത്ത് ഡബ്ബറുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുന്ന പോലെ നമ്മുടെ നാട്ടിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഭക്ഷണം പുറത്തുനിന്ന് കിട്ടും. കണ്ടിന്യൂ മഴ പെയ്തും കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ലേശം കൊടുത്താൽ മതി. അല്ലാത്തപ്പോൾ നമ്മൾ റൂട്ട് ചാമ്പറിന്ന് നമ്മൾ പലക കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തീറ്റ കൊടുക്കണം. ആ റൂട്ട് ചാമ്പർ ഫുള്ളാകുന്നത് വരെ തീറ്റ കൊടുക്കണം. അത് ഫുള്ളായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തേന് ഇത് പഞ്ചസാര ലൈനി കൊടുക്കണമെന്നില്ല. കാരണം അവർക്ക് പുറത്തുനിന്ന് ഭക്ഷണം കിട്ടണതുകൊണ്ട് ഡബ്ബറുള്ള സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ അവർക്കൊന്നും കിട്ടില്ല. ഈ ഡബ്ബറുമുള്ള ഭക്ഷണം മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ വേറെ പുറത്തുനിന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ അണീച്ചാമ്പർ ആദ്യം ഉണ്ടായിരുന്ന അണീച്ചാമ്പർ അതതിൻ്റെ മേലെ വെച്ച് കൊടുത്തുകയാണ്. അപ്പോൾ ക്ലിയറായിട്ട് കാണുന്നുണ്ടാവും. ഞാൻ ഇതാ അതിൽ നിന്നെടുത്ത ഈ 4 അടയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തേനുണ്ട്. ഏകദേശം 2 ലിറ്ററിൻ്റെ അടുത്തുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി നമ്മളത് നോക്കിയെങ്കിലും അറിയുള്ളൂ. ഈച്ചകളെല്ലാം പുറത്ത് വന്നാണ്. നമ്മൾ മേലെ ഇത് എടുക്കുന്നതുകൊണ്ട് അവരെല്ലാം പുറത്ത് വന്ന് അടിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു കൂട് തുറന്ന് നോക്കാം. അതിൻ്റെ ഉള്ളിലത്തെ പാടെന്താണ്. എല്ലാ കൂട്ടിലും ഒരുപോലെ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും കിട്ടിയിരുന്നു. പ്രാവശ്യം കുറച്ച് കുറവാണ്, എന്നാലും മാക്സിമം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളും ഉണ്ടായിരുന്നു ഈ കൂട്ടിൽ തേന്. അപ്പോൾ ഈ കൂട്ടിൽ നിന്ന് നമ്മൾ റാണിനെ ഉണ്ടാക്കിയിട്ട് വേറെ കൂട്ടിൽ വെച്ച് കൊടുത്താൽ ഇതേ പെർഫോമൻസ് അതിലും കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. വേറെയും കൂടുണ്ട്. അപ്പോൾ അത് ഒന്ന് നമുക്ക് നോക്കാം. വേറെ ഇതേപോലെ 4 കൂടുണ്ട്. ഏതിലാണ് കൂടുതലുള്ളത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തതിൽ തന്നെ ആയിരിക്കും കൂടുതൽ. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ഈച്ച വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെടുത്ത് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുന്നതിനനുസരിച്ചാണ്. നമുക്ക് അതിനുള്ള ടൈമൊക്കെ വേണം, ഒരാൾ കൂടെ വേണം. ഒറ്റക്കാവുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. കൂടെ ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ കുത്തും എന്നുള്ള പേടിയൊന്നുമില്ല, അങ്ങനെ കുത്തൊന്നുമില്ല. പക്ഷെ എന്നാലും ഇത് നമ്മൾ അട കട്ട് ചെയ്ത് നോക്കുകയാണ് എത്ര ഉണ്ട് എന്താണെന്നുള്ളത് നോക്കിയതാണ്. നമുക്ക് വേറൊരു കൂടെ
തുറന്ന് നോക്കണുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തേനുണ്ട്. കണ്ടാൽ തന്നെ അറിയാം. നല്ല അവർ സീലൊക്കെ ചെയ്ത് നല്ല ഈർപ്പൊക്കെ ഒഴിവാക്കി നല്ല സെറ്റപ്പിൽ ചെയ്ത കൂടാണ്. കുഴപ്പമില്ലാത്ത തേൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഗ്യാപ്പ് ഇട്ട് വെച്ച് കൊടുക്കുന്നതിനനുസരിച്ച് അവർ പുറത്തേക്ക് സൈഡിലേക്ക് കെട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അത്രയും തേൻ ഒരടിയിൽ തന്നെ ഫുള്ളാക്കും അവർ. അതാണ് അതിനാണ് ഈ അട കമ്മിയാക്കി വെച്ച് കൊടുക്കുന്നത്. 6 അട ഒരു ഇതിൽ പോവും. പക്ഷേ നമ്മൾ 4 വെച്ച് കൊടുത്താൽ ആ ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്ത് കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ടാണ് ഈ അട കുറവാക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മേൽക്ക് വെച്ച് കൊടുത്താൽ മതി. മേലെ അണി ചേമ്പർ വെച്ച് കൊടുത്തിട്ട് അതിക്ക് മാറ്റി വെച്ച് കൊടുത്താൽ മതി. ഫസ്റ്റ് വെക്കുമ്പോൾ 6 വെക്കും. ഇതിലിത് അട കെട്ടി കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഫില്ലാകണതിനനുസരിച്ച് മേൽക്ക് അണി ചേമ്പർ വെച്ച് കൊടുത്തിട്ട് അതിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈച്ചകളൊക്കെ പുറത്താണ്, ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഒക്കെ പുറത്ത് നല്ല സെറ്റപ്പിൽ തൂങ്ങി നിൽക്കുകയാണ്. അവർ വല്ല കൈകൊണ്ട് ഉള്ളിലേക്ക് വാരി ആക്കണം. പക്ഷേ വാരി ആക്കിയത് ക്യാമറയിൽ വിട്ടിട്ടില്ല. കൂട് തുറന്നിട്ടല്ലാതെ നമ്മൾ കൈകൊണ്ട് വാരി എടുത്തുങ്ങാണ്ട് അങ്ങോട്ട് നീക്കി കൊടുത്തതാണ്. പക്ഷെ അത് ക്യാമറയിൽ വന്നിട്ടില്ല. കാരണം ഞാൻ തന്നെ ഒറ്റക്ക് പോയിങ്ങാണ്ട് എടുത്തതായിരുന്നു. അപ്പോൾ കൂടെ ആളില്ലായിരുന്നു. അപ്പം ഇനി നമുക്ക് വേറൊരു കൂട് തുറന്ന് നോക്കാം. അതിൻ്റെ ഉള്ളിലെ പാടം എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മേലത്തെ ഒരു അണി ചേമ്പറും അതിൻ്റെ മൂടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തേതാണ്, അടിയത്തെ അണി ചേമ്പറാണ്. അപ്പോൾ ഇതിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തേനുണ്ട്. ഗ്യാപ്പ് ഉള്ളതിനനുസരിച്ച് അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടാവുക, ഗ്യാപ്പിനനുസരിച്ച് അവർ ഫില്ല് ചെയ്തേക്കണം. അടക്കം നല്ല സീൽ ചെയ്ത് നല്ല ഇതിൽ അടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിൽ ഗ്യാപ്പില്ലായിരുന്നു. ഉള്ള ഗ്യാപ്പിൽ അവർ ഫില്ല് ചെയ്തതാണ്. കാണുന്നുണ്ടല്ലോ. ഇത് രണ്ടാമത്തെ അടയാണ്. അതും നല്ല തിക്കൻസിൽ കണ്ടോ, നല്ല വീതിയിൽ പുറത്തോട്ടൊക്കെ 2 അടൻ്റെ വീതിയിൽ പുറത്തോട്ട് നമ്മൾ ഗ്യാപ്പ് വെച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ കൂട്ടിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തേനുണ്ട്. ആദ്യത്തെ ഇതെടുത്ത് അതിൻ്റെ അത്ര ഇല്ലെങ്കിലും അതിൻ്റെ കുറച്ചും കൂടെ കുറവാണെങ്കിലും കുഴപ്പമില്ലാത്ത തേനുണ്ട്. കാണുന്നുണ്ടാവും. പ്രാണിനൊന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല. കാരണം ഇപ്പോൾ ഈച്ച ഫുള്ളായിട്ട് നമ്മൾ ഇത് റൂട്ട് ചേമ്പറിലെ അണി ചേമ്പർ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈച്ച ഫുള്ള് താഴോട്ട് ഇറങ്ങും. അപ്പോൾ റാണിയും ഈച്ചയെല്ലാം കൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് കൂടിൻ്റെ അടിയിൽ പോയി നിൽക്കും. ഇനി നമ്മളിത് ഇവിടുന്ന് പോകുന്നതിൻ്റെ ശേഷമേ അവർ കൂട്ടിൽ കയറുള്ളൂ. ചിലപ്പോൾ റാണി കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, ഈച്ചകൾ ഫുള്ള് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ശല്യം അവർക്ക് ഇല്ലയെന്ന് കണ്ടാൽ അവർ കൂട്ടിൽ തന്നെ കയറും. അപ്പോൾ അത് അതിലൊക്കെ കുഴപ്പമില്ലാത്ത തേനുണ്ട്. അത്യാവശ്യം നല്ല തേനുണ്ട്. 2 സൈഡ് കണ്ട ശീല ചെയ്ത് നല്ല സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും കുഴപ്പമില്ല, നല്ല തേനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റൂട്ട് ചേമ്പറിൽ നിന്ന് ഒരു അട എടുത്ത് നോക്കാം എന്താണ് ഉള്ളിലെ പാട് എന്നുള്ളത്. ഇതാ കുഴപ്പമില്ലാത്ത നല്ല അത്യാവശ്യം നല്ല മുടിയും കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉണ്ട്. ഇതാ പൂമ്പൊടി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല ഒരു കൂടാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയറായിട്ട്
മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം നമ്മളെവിടെയും തേനീച്ചനെ വളർത്തിയാൽ തേന് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണിച്ചത്. പക്ഷെ നമ്മൾ നോക്കണം, ഇടക്ക് നോക്കി അവർക്ക് പിന്നെ പഴയ അടയൊക്കെ ഒഴിവാക്കി കൊടുത്ത് പുതിയ അട കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഇനി തേനുണ്ടാവും. ഞാൻ നോട്ടം കുറവാണ്, ശരിക്കും നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ലോണം തേന നമുക്ക് എടുക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ലോണം നോക്കിയിരുന്നു, അപ്പോൾ ഇതിനേക്കാളും തേന എനിക്ക് കിട്ടിയിരുന്നു. ഇപ്പം ഇതാ തേൻ എന്നാലും മോശമില്ല, അത്യാവശ്യം നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. ഇതാ ആ ഒരു കൂട്ടിൽ നിന്ന് കിട്ടിയ തേനാണ് ഇത്. 2 ലിറ്ററിൻ്റെ അടുത്തുണ്ട്, വലിയ പെപ്സിൻ്റെ വലിയ ബോട്ടിലാണ്. 2 ലിറ്ററിൻ്റെ അടുത്ത് തേനുണ്ട്, കുഴപ്പമില്ലാത്ത തേൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.